അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, മീശയില്ല അല്ലെങ്കിൽ താടിയില്ല, താടിയുടെ ചില ഭാഗത്ത് ഹെയർസ് അവിടെ ഇല്ല, അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ അതുപോലുള്ളൊരു കേസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു പേഷ്യൻ്റെ ഒരു എന്താ പറയുക പ്രീ ഓപ്പറേറ്റീവ് ടിക്ക് ഒന്ന് കണ്ടു നോക്കാം. ലൈക്ക് എന്താണ് ആൾക്ക്, ഏത് ഭാഗത്താണ് ഹെയർ ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യുന്ന കേസ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം മുസ്റ്റാഷ് അതുപോലെ തന്നെ ബിയേർഡ് ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലതാ നിങ്ങൾക്ക് മേക്കൗട്ട് ചെയ്യാം. നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് തീരെ ഹെയർ പ്രസൻ്റ് അല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് ട്രാൻസ്പ്ലാന്റേഷന് ശേഷമുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മേക്കൗട്ട് ചെയ്യാം. ലൈക്ക് നമ്മളിവിടെ മുസ്റ്റാഷ് അതുപോലെ തന്നെ ബിയേർഡിൻ്റെയും ഏരിയാസിൽ ഫില്ലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ആൾക്ക് ഓൾറെഡി ഹെയർ പ്രസൻ്റ് ആണ്. ഈ ഭാഗത്താണ് നമ്മൾ ഫില്ലിംഗ് ചെയ്തിട്ടുള്ളത്. പ്രൊസീജിയർ കഴിഞ്ഞു. 10 days കഴിഞ്ഞിട്ട് നമ്മളവിടെ ക്ലീൻ ചെയ്ത്, അത് ക്ലോത്ത്സ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് ഇനീഷ്യൽ ഗ്രോത്ത് അവിടെ ഉണ്ട്. ഹെയറൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ക്ലോത്ത് റിമൂവലിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നാലും കൂടുതൽ വിയർക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. അത് വേറൊന്നും കൊണ്ടല്ല, മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്വെറ്റ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെച്ച ഹെയർസ് എന്താണെങ്കിലും നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോളിങ് ഫേസ് ഉണ്ടാവും. ആ ഒരു ഫേസിൽ നമ്മൾ വെച്ച ഹെയർസ് ഒക്കെ പോകും. പിന്നെ 3-3.5 മാസം കൊണ്ട് അതിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ആവത്തുള്ളൂ. പിന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ്, നമ്മൾ ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുസ്റ്റാഷ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡോണർ ഏരിയ തലയുടെ ബാക്ക് സൈഡ് തന്നെ വേണോ എന്നുള്ളത്. ശരിക്കും ഫുള്ളി ബിയർഡൊക്കെ ചെയ്യുന്ന കേസസിലാണെങ്കിൽ നമുക്ക് തലയുടെ ബാക്ക് സൈഡ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ലാത്ത പക്ഷം ഇതുപോലുള്ള ചെറിയ കേസസ് ഫില്ലിംഗ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഡെൻസിറ്റി ജസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ചെറിയ ഏരിയാസ് ആണെങ്കിൽ നമുക്ക് ബിയർഡിൻ്റെ ഈ ഒരു പോർഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതല്ല, ഇപ്പോൾ തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ എടുത്താൽ മതി എന്നൊക്കെ ചില പേഷ്യൻസ് നമ്മളോട് പറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലൈക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഗ്രാഫ്റ്റ് കിട്ടുന്ന പോർഷൻ മാത്രം ട്രിം ചെയ്യാം. മറ്റുള്ള ഹെയർസിനെ നമുക്ക് അങ്ങനെ തന്നെ നിർത്തിയിട്ട് ആവശ്യത്തിനുള്ള ആ ഒരു പോർഷൻ മാത്രം ട്രിം ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഒരു കേസ് പ്രസൻറ്റ് ചെയ്തതിന് ആ പേഷ്യൻറ്റ് നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ലൈക്ക് ആ ഒരു പോർഷൻ മാത്രമാണ് ട്രിം ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു 10 days കഴിഞ്ഞാൽ അത്യാവശ്യം മറ്റുള്ള ഹെയർസ് ഒക്കെ വന്ന് ആ ഒരു സ്കാറും കാര്യങ്ങളൊക്കെ കവറായി നിൽക്കും. ഞാൻ ജസ്റ്റ് അതിൻ്റെയും കൂടെ ഒന്ന് പിക്കൊന്ന് കാണിക്കാം. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന തലയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും പോർഷനാണ് നമ്മൾ ട്രിം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 10 days കഴിഞ്ഞിട്ടുള്ള പിക്കാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ലൈക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലെ റിസൾട്ട് ഉണ്ടാവുമോ ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ എന്ന്. എന്നാൽ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ 100% റിസൾട്ട് നമുക്ക് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷനും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ലൈക്ക് എന്താ പറയുക, ചില ഭാഗങ്ങളിൽ താടി അല്ലെങ്കിൽ മുസ്റ്റാഷ് ഏതെങ്കിലും ഭാഗത്ത് മീശയ്ക്ക് കട്ടി കുറവോ അല്ലെങ്കിൽ ചില ഭാഗത്ത് ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും നല്ല അടിപൊളി റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബൈ.